ഹായ്, എല്ലാവർക്കും എസ് സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ബജറ്റ്. എന്താണ് ബജറ്റ്? ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. ഇന്ത്യയിൽ ബജറ്റ് തയ്യാറാക്കുന്നത് ഏത് മാസം മുതലാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ധനകാര്യ മന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് കേന്ദ്ര ബജറ്റ് അറിയപ്പെടുന്നത് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ് ആർട്ടിക്കിൾ 112 അനുസരിച്ച് ബജറ്റ് അറിയപ്പെടുന്നത് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 112 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ബജറ്റ് തയ്യാറാക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കാറുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ബജറ്റ് തയ്യാറാക്കാറുണ്ട്. വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റുകളെ മൂന്നായിട്ട് തിരിക്കാം. മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ്, സന്തുലിത ബജറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ബജറ്റ്, കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റ്. ഓക്കെ, എന്താണ് മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ് നോക്കാം. വരവ് കൂടുതലും ചെലവ് കുറവുമുള്ള ബജറ്റാണ് മിച്ച ബജറ്റ്. വരവ് കൂടുതലും ചെലവ് കുറവുമുള്ള ബജറ്റാണ് മിച്ച ബജറ്റ്. എന്താണ് ബാലൻസ്ഡ് ബജറ്റ്? അതായത് വരവും ചെലവും തുല്യമായ ബജറ്റാണ് സന്തുലിത ബജറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റ്. വരവ് കുറവും ചെലവ് കൂടുതലും ആണെങ്കിൽ അതിനെ കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെ പറയുന്നത്? വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റുകളെ മൂന്നായി തിരിക്കാം. ഫസ്റ്റ് മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റിൽ വരവ് കൂടുതലും ചെലവ് കുറവുമായിരിക്കും. സന്തുലിത ബജറ്റ് എന്നാൽ ബാലൻസ്ഡ് ബജറ്റിൽ വരവും ചെലവും തുല്യമായിരിക്കും. പിന്നെ കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റിലാണെങ്കിൽ വരവ് കുറവും ചെലവ് കൂടുതലും ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് ബജറ്റ് എന്ന വാക്കിന്റെ ഉദ്ഭവം ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. അതിന്റെ മീനിങ് ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് മീനിങ്. സർക്കാരിന്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. ബജറ്റിന്റെ ആദ്യ അവതരണം നടന്നത് 11ാം നൂറ്റാണ്ടിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആരാണ്? R.K. ഷൺമുഖം ഷെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മിനിസ്റ്ററാണ് R.K. ഷൺമുഖം ഷെട്ടി. ബജറ്റ് എന്ന വാക്കിന്റെ ഉത്ഭവം ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. അതിന്റെ മീനിങ് ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ്. സർക്കാരിന്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. ബജറ്റിന്റെ ആദ്യ അവതരണം നടന്നത്